നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയ് തോമസ് ചെറിയാൻ, SK ഹോസ്പിറ്റലിലെ കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറിയിൽ സീനിയർ കൺസൾട്ടൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് നിങ്ങളോട് മിനിമലി ഇൻവേസീവ് സർജറി അഥവാ കീ ഹോൾ സർജറിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗ്യാസ്ട്രോ സർജറിയിലും വയറിൻ്റെ അല്ലെ ജനറൽ സർജറിയിലൊക്കെ ചെയ്യുന്ന പോലെ ലാപ്രോസ്കോപ്പി, അതായത് താക്കോൽ ശസ്ത്രക്രിയ, കീ ഹോൾ സർജറി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് നെഞ്ചിൻ്റെ ഓപ്പറേഷനുകളും നമുക്ക് കീ ഹോൾ അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സർജറി ആയിട്ട് ചെയ്യാൻ കഴിയും. കൺവെൻഷനലായിട്ട്, അതായത് ജനറലായിട്ട് നെഞ്ച് തുറന്ന് ചെയ്യുന്ന എല്ലാ സർജറി തന്നെയും നമുക്ക് കീ ഹോൾ അല്ലെങ്കിൽ താക്കോൽ ശസ്ത്രക്രിയ എന്നുള്ള രീതിയിൽ ചെയ്യാൻ കഴിയും. ഈക്വലി ഗുഡ് റിസൾട്ട്സ് അല്ലെങ്കിൽ ഈവൻ ബെറ്റർ റിസൾട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ സർജറീസ്, ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയകൾ അത് നമുക്ക് മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യാൻ കഴിയും. അതല്ലാതെ ലങ് ആൻഡ് മീഡിയസ്റ്റൈനൽ, നെഞ്ചിൻ്റെ അകത്ത് വരുന്ന മറ്റവയവങ്ങളുടെ ശസ്ത്രക്രിയയും നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഹാർട്ടിൻ്റെ സർജറീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ബൈപ്പാസ് സർജറി, അതിൽ സെലക്റ്റീവ് ബൈപ്പാസ് സർജറീസ്, അതിൻ്റെ ചുരുക്കം ഗ്രാഫ്റ്റുകളുള്ളതുകൾ, നല്ല സെലക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലീഷൻസ് ഉള്ള ടൈപ്പ് സർജറീസ് നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മൂലം ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓപ്പൺ ബൈപ്പാസ് ഹാർട്ട് സർജറി ആണെങ്കിൽ പോലും കാലിൽ നിന്ന് ഞരമ്പെടുക്കുന്ന ഭാഗം അത് നമുക്ക് എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ കീ ഹോളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പണ്ടത്തെ കൺവെൻഷണൽ സർജറിയിൽ കാലിൽ വലിയൊരു മുറിവ് താഴെ തൊട്ട് മേള് വരെ ഇട്ടിട്ട് അവിടുന്ന് വെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഹാർട്ടിൽ ബൈപ്പാസ് ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെറുപറും 3 സെൻറ്റിമീറ്റർ ഒരു മുറിവ് മാത്രം ഇട്ട് അതിൽ കൂടെ ഫുൾ വെയിൻ, ഫുൾ ലെങ്ത് താഴെ തൊട്ട് മേള് വരെ നമുക്കെടുത്ത് ബൈപ്പാസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ മുറിവിൻ്റെ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് ഉണങ്ങുന്നു, ബെറ്റർ ഹീലിങ്, അതുപോലെ ഇൻഫെക്ഷൻ റേറ്റ് കുറവ് ആകുന്നത്, അങ്ങനത്തെ ബെനിഫിറ്റ്സ് എല്ലാം അതിന് കിട്ടുന്നതായിരിക്കും. ബൈപ്പാസ് സർജറി അല്ലാതെ എല്ലാ വാൽവ് സർജറിയും, അയോട്ടിക് വാൽവ് ആണെങ്കിലും മൈട്രൽ വാൽവ് ആണെങ്കിലും ഉള്ള എല്ലാ വാൽവ് സർജറികളും നമുക്ക് മിനിമലി ഇൻവേസീവ് അല്ല കീ ഹോൾ ശസ്ത്രക്രിയയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജന്മന ഉള്ള ഹാർട്ടിൻ്റെ അകത്തുള്ള ഹോളുകൾ, ASD മുതലായ ഹോളുകൾ, അതും നമുക്ക് മിനിമലി ഇൻവേസീവായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ ലങ് അല്ല മീഡിയസ്റ്റൈനൽ സർജറീസിലോട്ട് വന്നാലും അതും നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ മൂലം ചെയ്യാൻ പറ്റും. ലങ്ങിൻ്റെ അല്ല ചെസ്റ്റിലെ സർജറി എന്ന് പറയുമ്പോൾ വീഡിയോ അസിസ്റ്റഡ് തൊറാക്കോസ്കോപ്പിക് സർജറി, വാറ്റ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും നൂതന ടെക്നിക്ക് യൂണിപോർട്ടൽ വാറ്റ്സ്, അതായത് 2-3 ചെറിയ ഹോളുകൾ ഇട്ട് ചെയ്യാതെ ഒരു സിംഗിൾ ചെറിയ ഹോളിൽ കൂടെ ചെയ്യാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യൂണിപോർട്ടൽ വാറ്റ്സ് ടെക്നിക്ക് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളൊരു സിംഗിൾ മുറിവ്, ഒരു 3 അല്ലെ 4 സെൻറ്റിമീറ്റർ മുറിവുള്ള കൂടെ തന്നെ ക്യാമറയും അതിൻ്റേതായ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻസും ഇട്ടിട്ട് ലങ് ഫുള്ളായിട്ട് നമുക്ക് സർജറി ചെയ്യാം. ലൊബക്ടമീസ്, മറ്റ് എല്ലാ സർജറികളും, ലങ്ങിൻ്റെ സർജറി ആയാലും മീഡിയസ്റ്റൈനത്തിൻ്റെ സർജറി ആയാലും ഈക്വലി ഓർ ബെറ്റർ റിസൾട്ട്സിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്താണ് ബെനിഫിറ്റ്, കീ ഹോൾ സർജറി അല്ലെങ്കിൽ ഒരു മിനിമലി ഇൻവേസീവ് സർജറി ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻ്റ് എന്താണ് അഡീഷണൽ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ബേസിക്കലി വലിയ മുറിവുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കോസ്മെറ്റിക് ആണെങ്കിലും മുറിവുകളുടെ സൈസും എണ്ണവും അതിൻ്റെ വൃത്തികേടും കുറയും. മിനിമം മുറിവുകൾ, ഏറ്റവും മിനിമം ചുരുക്കമായ ഇതുകൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഹീലിംഗ്. ചെറിയ മുറിവായതുകൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും എത്രയും അതിന് നേരത്തെ തന്നെ ഡിസ്ചാർജ് ആവാൻ, അതായത് ഹോസ്പിറ്റൽ ഡ്യൂറേഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഒരു ഓപ്പൺ സർജറി അല്ലെങ്കിൽ മാറല് മുറിച്ച് അല്ലെങ്കിൽ വലിയ മുറിവിട്ട് സർജറി ചെയ്യുന്ന സർജറി ഹീൽ ചെയ്ത് ഡിസ്ചാർജ് ആകുന്നതിൻ്റെ പകുതി സമയം മതി യൂഷ്വലി നമുക്ക് പേഷ്യൻറ്റിനെ വീട്ടിൽ വിടാനുള്ളത്. അതുപോലെ തന്നെ ഈ തൊറാക്കോട്ടമി സർജറി, അത് ഏറ്റവും വേദനയുള്ള സർജറികളിൽ ഒന്നാണ്. അത് നമുക്ക് മിനിമലി ഇൻവേസീവ് യൂണിപോർട്ടൽ വാറ്റ്സ് വഴി ചെയ്തതാണ്ട് വേദന വളരെയധികം കുറവും പെട്ടെന്ന് ഹീലിങ്ങും ഒരു 4 ദിവസം അല്ലെ 5 ദിവസത്തിനുള്ളിൽ മാക്സിമം വീട്ടിൽ വിടാനും നമുക്ക് കഴിയും. ഇത് കഴിഞ്ഞ് റിക്കവറി, ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റിയിലോട്ട് റെസ്റ്റ് കഴിഞ്ഞ് റിക്കവറിയും ഭയങ്കര ഫാസ്റ്ററായിരിക്കും. തൊറാക്കോട്ടമി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വാരിയൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ് ടു 6 വീക്സ് ആണ് നമുക്ക് റെസ്റ്റും ടൈം ടു റിക്കവറിയും വേണ്ടിയത്. വെറാസ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ യൂണിപോർട്ടൽ വാറ്റ്സ്, ഈ മിനിമലി ഇൻവേസീവ് സർജറിയിലൂടെ ആണെങ്കിൽ നമുക്കൊരു 2 to 3 വീക്സ് കൊണ്ട് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റി, തിരിച്ച് ജോലിക്ക് പോകാൻ വരെ സാധിക്കുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പം മിനിമൽ ഇൻവേസീവ് അല്ല കീ ഹോൾ സർജറിക്ക് കോസ്റ്റ് മാർജിനലി കൂടുതലാണ്. ബിക്കോസ് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഇൻസ്ട്രുമെൻസും സ്പെഷ്യലൈസ്ഡ് സ്റ്റേപ്ലേഴ്സോ അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരും. അതിന് കോസ്റ്റ് മാർജിനലി കൂടുതൽ. എന്നാൽ പോലും നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയുന്നത് കൊണ്ടും ഏർലിയർ ഡിസ്ചാർജ്, ഏർലിയർ റിട്ടേൺ ടു വർക്ക്,
നേരത്തെ തന്നെ തിരിച്ച് നോർമൽ ആക്ടിവിറ്റിയിൽ എത്തുന്ന ആ കാര്യങ്ങൾ കൺസിഡർ ചെയ്താൽ അത് ആ കോസ്റ്റുമായിട്ട് ബാലൻസ് ചെയ്യും. നമുക്ക് ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് വരത്തില്ല. അതുകൊണ്ട് തന്നെ മിനിമലി ഇൻവേസീവ് സർജറി അഥവാ കീഹോൾ സർജറി കാർഡിയോതൊറാസിക് വിഭാഗത്ത് വന്നിട്ടുള്ള പുതിയൊരു ചേഞ്ചും അതിലുള്ള ഗുണങ്ങളും അതിൻ്റെ ബെനിഫിറ്റുകളും ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും സർജറിക്കായിട്ട് അല്ലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുമ്പോൾ ഈ ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ. താങ്ക് യു.